നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് ഘട്ട മത്സരങ്ങളിൽ ആദ്യപാദം കഴിഞ്ഞല്ലോ. മികച്ച ചില പോരാട്ടങ്ങൾ നമ്മൾ കണ്ടു. മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് പോരാട്ടം റയൽ മാഡ്രിഡ് വിജയിച്ച് കയറുന്നു. ഫെയനൂർഡ് AC മിലാനെ തോൽപ്പിക്കുന്നു. ക്ലബ് ബ്രൂഗെ അറ്റ്ലാന്റയെ തോൽപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട പോരാട്ടങ്ങൾ നടന്നു. ഈ കഴിഞ്ഞ മിഡ് വീക്കിൽ ആരാണ് ഏറ്റവും മികച്ച താരം? പ്ലെയർ ഓഫ് ദി വീക്ക് പുരസ്കാരത്തിനായിട്ടുള്ള നോമിനേഷൻ ലിസ്റ്റ് ഇപ്പോൾ യുവേഫ പുറത്തുവിട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, പ്ലെയർ ഓഫ് ദി വീക്കിനെ കണ്ടെത്താനുള്ള വോട്ടിംഗ് ആരംഭിച്ചിട്ടുമുണ്ട്. ആരൊക്കെയാണ് നോമിനേഷൻ ലിസ്റ്റിൽ നോക്കാം. ഒന്ന് ഇഗോർ പൈക്സാവയാണ്. അദ്ദേഹത്തിൻ്റെ ഗോളിലാണ് AC മിലാനെ ഫെയനൂർഡ് തോൽപ്പിച്ചത്. അതൊരു വലിയ അട്ടിമറിയായിരുന്നു. കളിയുടെ 3-ാമത്തെ മിനിറ്റിൽ പൈക്സാവോ നേടിയ ഗോളിന് മറുപടി കൊടുക്കാൻ AC മിലാന് കഴിഞ്ഞില്ല. അദ്ദേഹം ഇതാ നോമിനേഷൻ ലിസ്റ്റിൽ വരുന്നു. അതോടൊപ്പം തന്നെ ബെൻഫിക്ക വേഴ്സസ് മൊണോക്കോ മത്സരം ബെൻഫിക്കയ്ക്ക് അനുകൂലമായിട്ട് വിധി എഴുതപ്പെട്ടത് പാവ്ലിഡീസിൻ്റെ ഗോളിലാണ്. 48-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ. സോ അദ്ദേഹം നോമിനേഷൻ ലിസ്റ്റിൽ വരുന്നു. ഒപ്പം വിനി ജൂനിയർ, മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ മിന്നും പ്രകടനമാണ് വിനി നടത്തിയത്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റിൽ നിന്നാണ് വിജയ ഗോൾ വന്നത്. അദ്ദേഹത്തിൻ്റെ ഹെൽപ്പിൽ നിന്നാണ് അവരുടെ 2ാമത്തെ ഗോൾ വന്നത്. കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച് അദ്ദേഹമായിരുന്നു. അത്രയധികം ഇമ്പാക്റ്റ് ആ കളിയിൽ വിനി ജൂനിയർ ഉണ്ടാക്കിയിട്ടുണ്ട്. വിനി ഇതാ പ്ലെയർ ഓഫ് ദി വീക്ക് പുരസ്കാരത്തിനായിട്ട് നോമിനേഷൻ ലിസ്റ്റിൽ. കഴിഞ്ഞില്ല ഗ്യുഡാസിയുണ്ട്. ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ താരം സ്പോർട്ടിങ്ങിനെ 3-0 ബൊറൂസിയ ഡോട്ട്മുണ്ട് തോൽപ്പിക്കുമ്പോൾ ഗോളും അസിസ്റ്റുമായിട്ട് പൊളിച്ചടുക്കിയിരുന്നു. സോ അദ്ദേഹവും ഇപ്പോൾ ഈ നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇതിൽ ആർക്ക് ലഭിക്കും ഇത്തവണത്തെ പ്ലെയർ ഓഫ് ദി വീക്ക് പുരസ്കാരം തീരുമാനിക്കേണ്ടത് നിങ്ങൾ കൂടിയാണ്. നിങ്ങൾക്കും വോട്ട് രേഖപ്പെടുത്താം, ആർക്കും വോട്ട് രേഖപ്പെടുത്താം. യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയാൽ വോട്ടിംഗ് അവൈലബിൾ ആണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.